ഹലോ ഗൈസ്, നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ഒരു വീട്ടിലാണ്. ഇവിടെ റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോ സാധനം? പക്ഷെ പഴുത്തിട്ടില്ല. പഴുത്തല്ല, ഇതിന്റെ മേളില അല്ലേടാ കോസ്മോസേ? അതെ, നമ്മുടെ കസിന്റെ വീടാണ്. അപ്പൊ കുറെ കാലമായിട്ട് ഇവിടെ നാട്ടുകാരൊക്കെ കയറി റംബൂട്ടാൻ പറിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, അത് മൊത്തം അത് വേണ്ട. അപ്പൊ നമ്മള് വന്ന് നിൽക്കുന്ന നമ്മുടെ കസിന്റെ വീട്ടിലാണ്. നമ്മൾ ഇവിടുത്തെ റംബൂട്ടാൻ പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ നോക്കിയപ്പോ കുറെ റംബൂട്ടാനൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടപ്പുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ അതിന്റെ വീട്ടിൽ വന്ന് കുലുക്കി കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചിട്ടുണ്ട്. ബിനോണ്ണൻ തലക്കെട്ട് എറിയുന്നതിന് വേണേ മാറി നിന്നേക്കാം. റംബൂട്ടാൻ പഴുത്തിട്ടൊക്കെ ഉണ്ടല്ലേ, മണ്ടല കിടക്കുന്നില്ല. സൂക്ഷിച്ചു നോക്കിയാ കാണാൻ മേലെ റംബൂട്ടാൻ പറഞ്ഞ ഗൈസിനെ കാണിച്ചു കൊടുക്കടാ. അതെങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയല്ലടേ. റംബൂട്ടാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? ഇതാണ് ഗൈസ് റംബൂട്ടാൻ. ഇതിങ്ങനെ എടുത്തിട്ട് വലിച്ചു പറിക്കണം, അങ്ങനെ പൊട്ടിക്കണം. മഴ വിനോണനവിടെ മത്സരമാണ്. റംബൂട്ടാൻ മൊത്തം പറിച്ചിട്ടേ ഉള്ളതെന്ന് നടത്തണ്ടാണ്. ഇതാണ് ഗൈസ്, കണ്ടോ കണ്ടോ കണ്ടോ? നമുക്ക് മേളോട്ട് പോയി നോക്കാവേ. സെൽഫി സ്റ്റിക്ക് വെച്ച് അടിച്ചു പറിക്കാൻ പറ്റുമോ? ഇതാണ് കൊടംപുളി ഗൈസ്, ഇതാണ് കൊടംപുളി ഗൈസ്. ഇങ്ങനെ പറിച്ചാല് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിന്റെ അകത്ത് കുറെ കുരുണ്ട്. ഇതുണ്ടോ? ഇങ്ങനെ പൊട്ടിച്ചാല് എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഇതെടുത്ത് കഴിക്കാൻ പറ്റും. എല്ലാം കിട്ടിയ കേറ്റിക്കോളും പറഞ്ഞാലും. ബിനുവിന്റെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇത് കൊണ്ടുപോയി ഉപ്പിലിട്ടു. അല്ല, മറ്റേ ഉപ്പിലിട്ടോ അല്ലല്ലോ, എങ്ങനെയൊക്കെയോ കെട്ടി തൂക്കി മാല പോലെയൊക്കെ ഇടുമായിരുന്നു. കൊടംപുളി മാല, ഉണക്കി എടുക്കുന്ന സംഭവം. മലേഷ്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ഇന്ത്യ എന്നിവിടങ്ങളിലും തെക്ക് കിഴക്ക് ഏഷ്യയിലും മറ്റും കണ്ടുവരുന്ന ഒരു ഫലമാണ് നമ്മുടെ റംബൂട്ടാൻ. ലിച്ചി, ലോങ്ങൻ എന്നിവയോട് സാദൃശ്യമുള്ള ഒരു ഫലമാണ് നമ്മുടെ റംബൂട്ടാൻ. മലായ ദ്വീപസമൂഹങ്ങൾ ജന്മദേശമായ ഈ ഫലത്തിന് നോമൻ നിബിട്ടം എന്നർത്ഥം വരുന്ന റംബൂട്ട് എന്ന മലായ് വാക്കിൽ നിന്നുമാണ് പേര് ലഭിച്ചത്. അപ്പം ഈ ഒരു റംബൂട്ടാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. കാരണം വീഡിയോ എടുക്കാൻ പോയ ആഹ്ലാദത്തിൽ ഞാൻ ഈ റംബൂട്ടാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും കഴിക്കാൻ മാത്രം മറന്നുപോയി. എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ കോസ്മോസ് അണ്ണൻ നമ്മുടെ റംബൂട്ടാനെ കുലുക്കി വീഴ്ത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് മരത്തെ കയറിയിട്ട്. പക്ഷേ ആ സാധനം ഇങ്ങ് പോരുന്നില്ല. കാരണം നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ റംബൂട്ടാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇത് പഴുത്താലും അങ്ങനെ പെട്ടെന്ന് കുലുക്കിയാൽ പോരുന്ന ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ റംബൂട്ടാൻ മരം കാണുന്നത് തന്നെ. അപ്പോൾ റംബൂട്ടാൻ ഇങ്ങനെ വഴിയിലൊക്കെ വെച്ച് കച്ചവടം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്ര അടുത്ത് നേരിട്ട് റംബൂട്ടാൻ മരത്തിൻ്റെ ചോട്ടി വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഈ വീട്ടിൽ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു വീടാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു ബന്ധുക്കാരുടെ വീടാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോസ്മോസ് അണ്ണൻ മരത്തിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നത്. അവൻ കുറേ കുലുക്കിയൊക്കെ നോക്കി, നല്ല പഴുത്തൊക്കെ അതിൻ്റെ തുഞ്ചത്തുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീണില്ല. പക്ഷേ നമ്മൾ റംബൂട്ടാൻ ഇനിയും കഴിക്കാൻ ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും വരും. അത് പഴുത്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പോകാമെന്നാണ് നമ്മുടെ കോസ്മോസ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനിയും ഇവിടേക്ക് ഒരു യാത്ര പോകേണ്ടി വരും. പക്ഷെ അത് വീഡിയോ ആയിട്ട് വരുമോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഴുക്കും എന്നൊക്കെയാണ് നമ്മുടെ കോസ്മോസ് അണ്ണൻ പറയുന്നത്. റംബൂട്ടാൻ ഏകദേശം തീർന്നിരിക്കുകയാണ്. വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലതല്ലേ. നമ്മുടെ ബിനുവണ്ണം റംബൂട്ടാൻ നമുക്ക് വേണ്ടി പറിക്കുകയാണ്. സെൽഫി സ്റ്റിക്ക് വെച്ചാണ് പറിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടുമോ? ഒരടി അങ്ങോട്ടോ ഒരടി ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും.
വിനോദന് കലിപ്പ് കയറിയിരിക്കുകയാണ്. സെൽഫി സ്റ്റിക്കിന്റെ മണ്ട ഉണ്ടാവുകയോ ഇല്ലയെന്ന് അറിയത്തില്ല. കിട്ടി. ആ സാധനം കാണിക്ക്. അങ്ങനെ നമ്മൾ പറിച്ചിരിക്കുകയാണ് ഗൈസ്. പേരാണ് റംബൂട്ടാൻ. എവിടെ പോയി? പിടിച്ചു. അങ്ങനെ റംബൂട്ടാൻ കിട്ടിയിരിക്കുകയാണ്. ഇവനാണ് നമ്മളെയൊക്കെ ഒരു കാലത്ത് പേടിപ്പിച്ച കൊറോണയുടെ പൂവോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് ഇവനെ കളിയാക്കുമായിരുന്നു, കൊറോണ പരത്തുന്നവൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവനാണ് അവൻ. ഇവനെ കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. മിനുവർണ്ണൻ എറിഞ്ഞിട്ടിരിക്കുന്ന റംബൂട്ടാൻ. അപ്പൊ ഇതോ അതും അത് തന്നെ. നമുക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അതിന്റെ സെറ്റായിട്ട് വീഡിയോ എടുക്കണം. കണ്ടോ ഗൈസ്, പഴുത്ത നല്ല ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് റംബൂട്ടാൻ ഇങ്ങ് പൊളിഞ്ഞു പോയി. അതവൻ്റെ വായിലേക്ക് കയറിപ്പോയി. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ഗൈസ്. ഇതാണ് ടേസ്റ്റ്. ഇനവണ്ണനെ പ്രാന്ത് മൂത്തിരിക്കുകയാണ് ഗൈസ്. തോട്ടിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. മേളോട്ട് അടിക്കുന്നുണ്ട്. സർവീസുകാരാട്ടാ. രണ്ടവിടെ പഴുത്ത കിടപ്പുണ്ട് സംഭവം. നീ കേട്ടോ, ഞാൻ ഇത്ര പറിച്ചില്ല, നീ കേട്ട്. നമ്മുടെ റംബൂട്ടാൻ ഇങ്ങനെ കൊറോണ പൂ പോലെയൊക്കെ നിന്നാലും ഇവന്റെ ഗുണങ്ങൾ ഭയങ്കരം തന്നെ. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന പഴമാണ് നമ്മുടെ റംബൂട്ടാൻ. 100 ഗ്രാം റംബൂട്ടാനിൽ 40 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. റംബൂട്ടാൻ സ്ഥിരമായി കഴിച്ചാൽ പനി, ജലദോഷം എന്നിവ വരാതെ തടയാം. പിന്നെ ചർമ്മ സൗന്ദര്യം സംരക്ഷിക്കാനും ശരീരത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതിലും നമ്മുടെ റംബൂട്ടാന് ഒരു പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇനി റംബൂട്ടാനെ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ കൈയോടെ വാങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലോ. അപ്പം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക.